ഏപ്രിൽ മാസം 9-ാം തീയതി നടന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ഏജൻസികൾ തയ്യാറാക്കിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏപ്രിൽ 29-ാം തീയതി വൈകുന്നേരം 6:30-ക്ക് ശേഷമാണ് പുറത്തുവന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നതിനാലാണ് തിരഞ്ഞെടുപ്പിന് ശേഷം 20 ദിവസം വൈകി ഈ പ്രഖ്യാപനം വന്നത്. അതായത് രാജ്യത്ത് നടക്കുന്ന അവസാനഘട്ട തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ള എക്സിറ്റ് പോളുകൾ കേരളവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു രാഷ്ട്രീയ സൂചന നൽകുന്നുണ്ട്. അതായത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തോടുകൂടി ഒരു പതിറ്റാണ്ട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം UDF എന്ന രാഷ്ട്രീയ മുന്നണി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മറ്റു പാർട്ടികളും ഉള്ള UDF എന്ന രാഷ്ട്രീയ മുന്നണി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരികെ എത്തുന്നു എന്ന സൂചനയാണ് ഏകപക്ഷീയമായി വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോളുകൾ നൽകുന്നത്. കേരളത്തിൽ UDF തരംഗമെന്നാണ് മനോരമ ന്യൂസ് സി വോട്ടർ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നത്. മലയാള മനോരമയ്ക്കു വേണ്ടി സി വോട്ടർ എന്ന ക്രെഡിബിൾ ആയിട്ടുള്ള ദേശീയ ഏജൻസിയാണ് ഈ സർവേ നടത്തിയിട്ടുള്ളത്. ഭരണ തുടർച്ചയെന്ന LDF മോഹങ്ങൾക്ക് തിരിച്ചടി നൽകി UDF അധികാരം പിടിക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. സീറ്റ് നില പരിശോധിച്ചാൽ UDF 82 മുതൽ 94 സീറ്റുകൾ വരെ നേടി കരുത്തുറപ്പിക്കുമ്പോൾ LDF 44 മുതൽ 56 സീറ്റുകളിലേക്ക് ചുരുങ്ങിയേക്കാം. തിരുവനന്തപുരത്ത് 1 മുതൽ 3 വരെ സീറ്റുകൾ നേടി NDA അക്കൌണ്ട് തുറക്കുമെന്നും സർവേ പ്രവചിക്കുന്നു. മേഖല തിരിച്ചുള്ള ഫലം പരിശോധിച്ചാൽ വടക്ക്, മധ്യ, തെക്കൻ കേരളങ്ങളിൽ ഒരുപോലെ UDF ആധിപത്യമാണ് പ്രവചിക്കപ്പെടുന്നത്. വടക്കൻ കേരളത്തിലെ 48 സീറ്റുകളിൽ UDFന് 33 മുതൽ 37 വരെ സീറ്റുകൾ ലഭിക്കുമ്പോൾ LDF 11 മുതൽ 15 വരെ സീറ്റുകളിലേക്ക് ഒതുങ്ങും. മധ്യ കേരളത്തിലെ 53 സീറ്റുകളുടെ നില പരിശോധിച്ചാൽ UDF 31 മുതൽ 35 വരെ സീറ്റുകൾ പിടിക്കാനാണ് സാധ്യത. LDF 18 മുതൽ 22 വരെ സീറ്റുകൾ നേടിയേക്കാം. ഇവിടെ NDAയ്ക്ക് സാധ്യതകളില്ല എന്നും സർവേ പറഞ്ഞുവെക്കുന്നു. തെക്കൻ കേരളത്തിലെ 39 സീറ്റുകൾ നോക്കിയാൽ UDF 18 മുതൽ 22 വരെ സീറ്റുകളും LDF 15 മുതൽ 19 വരെ സീറ്റുകളും നേടും. BJPയുടെ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നതും ഇവിടെയാണ്. മത്സരം കടുക്കുന്ന ഹോട്ട് സീറ്റുകളെപ്പറ്റി മനോരമ ന്യൂസ് സി വോട്ടർ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നത് ഇങ്ങനെയാണ്. തൃത്താലയിൽ MP രാജേഷിനെതിരെയും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെയും UDFന് മുൻതൂക്കമുണ്ട്. മഞ്ചേശ്വരം, പേരാവൂർ, കുറ്റ്യാടി, താനൂർ, തവനൂർ, പാലക്കാട്, പൂഞ്ഞാർ തുടങ്ങിയ മണ്ഡലങ്ങളിലും UDF ജയസാധ്യത കാണുന്നു. ഇടതുമുന്നണി സാധ്യത നോക്കിയാൽ തളിപ്പറമ്പ്, നാട്ടിക എന്നിവിടങ്ങളിൽ LDFന് വ്യക്തമായ വിജയസാധ്യതയുണ്ട്. പത്തനാപുരം, ബേപ്പൂർ, കൊട്ടാരക്കര, അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ LDFന് നേരിയ മുൻതൂക്കമുണ്ട്. കടന്നപ്പള്ളി രാമചന്ദ്രന്റെ കണ്ണൂർ സീറ്റ് ഇത്തവണ സുരക്ഷിതമല്ലെന്നും സർവേ പറയുന്നു. BJPക്ക് വിജയസാധ്യത കൽപ്പിക്കുന്നത് നേമം മണ്ഡലത്തിലാണ്. മന്ത്രിമാർ മത്സരിക്കുന്ന കളമശ്ശേരിയിലും ആറന്മുളയിലും UDFും LDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ 3 മുന്നണികളും ഒരേപോലെ കരുത്തറിയിക്കുന്നതിനാൽ ഫലം പ്രവചനാതീതമാണ്. പാലായിൽ മാണി സി കാപ്പനും അമ്പലപ്പുഴയിൽ H സലാമിനും നേരിയ മുൻതൂക്കം പ്രവചിക്കപ്പെടുന്നു. തവനൂരിൽ VS ജോയിയും പാലക്കാട് രമേശ് പിഷാരടയും അട്ടിമറി വിജയം നേടിയേക്കാമെന്നും സർവേ വിലയിരുത്തുന്നു. മനോരമ ന്യൂസ് സി വോട്ടർ എക്സിറ്റ് പോൾ സർവേയുടെ വിലയിരുത്തൽ അനുസരിച്ച് UDF 82 മുതൽ 94 സീറ്റുകൾ വരെ നേടുവാൻ സാധ്യതയുണ്ട്. MP രാജേഷ്, റോഷി അഗസ്റ്റിൻ, P രാജീവ്, വീണ ജോർജ്, KK ശൈലജ ടീച്ചർ തുടങ്ങിയ പ്രമുഖരെല്ലാം പരാജയ ഭീതിയിലാണെന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. ശക്തമായ UDF തരംഗമുണ്ടായാൽ ബേപ്പൂരിലടക്കം UDF വിജയിക്കുമെന്നും മുഹമ്മദ് റിയാസ് പോലും പരാജയപ്പെട്ടേക്കാമെന്നും സർവേ പറയാതെ പറഞ്ഞുവെക്കുന്നു. എന്നാൽ ഏറ്റവും മോശമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നത് കേരള കോൺഗ്രസ് M വിഭാഗമാണ്. അവരുടെ പ്രമുഖ സ്ഥാനാർത്ഥിയായ റോഷി അഗസ്റ്റിന്റെ പരാജയം സർവേ പ്രവചിക്കുന്നു. അതുപോലെ തന്നെ പാലായിൽ ജോസ് കെ മാണിക്ക് നേരിയ വിജയസാധ്യത മാത്രമേ ഉള്ളൂവെന്നും മാണി സി കാപ്പൻ വിജയിക്കാനാണ് സാധ്യതയെന്നും സർവേ വ്യക്തമാക്കുന്നു. മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ നിന്ന് 3 MLAമാരെ വിജയിപ്പിക്കുവാൻ സാധിച്ചിരുന്നു. പൂഞ്ഞാറിൽ നിന്ന് സെബാസ്റ്റ്യൻ കുളുത്തുങ്കൽ,
കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പ്രൊഫസർ എൻ ജയരാജ്, അതുപോലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജോബ് മൈക്കിൾ എന്നിവരായിരുന്നു മാണി ഗ്രൂപ്പിൽ നിന്ന് വിജയിച്ചു വന്ന MLA-മാർ. മലയാള മനോരമ സി വോട്ടർ എക്സിറ്റ് പോൾ ഫലപ്രവചന പ്രകാരം പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി എന്നീ സിറ്റിംഗ് സീറ്റുകൾ ഈ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നഷ്ടപ്പെടുമെന്ന കാര്യം വ്യക്തമാണ്. പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലും UDFന്റെ സ്ഥാനാർത്ഥികൾ ആധികാരികമായ വിജയം ഉറപ്പിക്കുന്നുവെന്നാണ് സി വോട്ടറിന്റെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കടുത്തുരുത്തി സീറ്റിൽ നിന്ന് മോൻസ് ജോസഫ് ഇത്തവണ മികച്ച ഒരു ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടും എന്ന കൃത്യമായ സൂചനകളും എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം 2 സിറ്റിംഗ് സീറ്റുകൾ പരാജയപ്പെടുന്നു. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫിനോട് തങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെടുന്നു എന്നതിനേക്കാളെല്ലാം അവർക്ക് വിനയായിരിക്കുന്നത് പാലായിൽ ജോസ് കെ മാണിയുടെ പരാജയം പ്രവചിച്ചുകൊണ്ടുള്ള പ്രവചനമാണ്. സർവേ പ്രവചിക്കുന്നത് പോലെ ഒരു കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നാൽ അത് കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ ഭീഷണിയാകും. LDFന് വിജയസാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും KN ബാലഗോപാലിന്റെയും ഗണേഷ് കുമാറിന്റെയും മണ്ഡലങ്ങളിൽ പോരാട്ടം ശക്തമാണെന്ന് സർവേ പറഞ്ഞുവെക്കുന്നു. ഒരു ശക്തമായ UDF തരംഗം ഉണ്ടായാൽ ഈ മണ്ഡലങ്ങളിൽ പോലും UDF അട്ടിമറി വിജയം നേടും. മനോരമ ന്യൂസ് സി വോട്ടർ എക്സിറ്റ് പോൾ ഫലപ്രകാരം ഇനി ഓരോ ജില്ലയിലും മുന്നണികൾ എത്ര സീറ്റുകൾ നേടും എന്ന് നോക്കാം. 5 മണ്ഡലങ്ങളുള്ള കാസർഗോഡ് ജില്ലയിൽ കടുത്ത പോരാട്ടമാണ് പ്രവചിക്കുന്നത്. LDF 1 മുതൽ 3 വരെ സീറ്റുകൾ നേടുമ്പോൾ UDF 2 മുതൽ 4 വരെ സീറ്റുകൾ നേടിയേക്കാം. ഇടതുപക്ഷ കോട്ടയായ കണ്ണൂരിൽ 11 സീറ്റുകളിൽ 6 മുതൽ 8 വരെ സീറ്റുകൾ LDF നിലനിർത്തുമെന്ന് സർവേ പറയുന്നു. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഇവിടെ 3 മുതൽ 5 വരെ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചിക്കുന്നത്. ഇത്തവണത്തെ ഏറ്റവും വലിയ അട്ടിമറിക്ക് സാധ്യതയുള്ള ജില്ലയാണ് കോഴിക്കോട്. വിപ്ലവകരമായ മാറ്റത്തിലൂടെ 13-ൽ 9 മുതൽ 11 സീറ്റുകൾ വരെ UDF പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. LDF 2 മുതൽ 4 സീറ്റുകളിലേക്ക് ചുരുങ്ങിയേക്കാം. വയനാട് ആകെയുള്ള 3 സീറ്റുകളിൽ UDF ആധിപത്യം തുടരും. 2 മുതൽ 3 വരെ സീറ്റുകൾ UDF നേടുമ്പോൾ LDFന് പരമാവധി 1 സീറ്റാണ് പ്രവചനം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള മലപ്പുറത്ത് UDF തരംഗം പ്രകടമാണ്. 16-ൽ 14 മുതൽ 16 സീറ്റുകൾ വരെ UDF തൂത്തുവാരുമ്പോൾ LDFന് 0 മുതൽ 1 വരെയാണ് സാധ്യത. പാലക്കാട് ജില്ലയിൽ LDFനാണ് മേൽക്കൈ. 12 സീറ്റുകളിൽ 7 മുതൽ 9 വരെ സീറ്റുകൾ ഇടതുമുന്നണിക്ക് ലഭിക്കുമ്പോൾ UDFന് 3 മുതൽ 5 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. LDF നില മെച്ചപ്പെടുത്തുന്ന കാഴ്ചയാണ് തൃശൂരിൽ. 13-ൽ 9 മുതൽ 11 സീറ്റുകൾ വരെ LDF നേടുമെന്നും UDF 2 മുതൽ 4 സീറ്റുകളിൽ ഒതുങ്ങുമെന്നും സർവേ സൂചിപ്പിക്കുന്നു. UDFന്റെ ശക്തമായ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കുന്ന ജില്ലയായി എറണാകുളം മാറും. 14-ൽ 12 മുതൽ 14 സീറ്റുകൾ വരെ UDF നേടുമ്പോൾ LDFന് പരമാവധി 2 സീറ്റുകളാണ് സാധ്യത. 9 സീറ്റുകളുള്ള ആലപ്പുഴയിൽ 5 മുതൽ 7 വരെ സീറ്റുകൾ നേടി UDF മുന്നിലെത്തിയേക്കാം. LDFന് 2 മുതൽ 4 സീറ്റുകൾ വരെയാണ് പ്രവചനം. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായി കോട്ടയം മാറുകയാണ്. 9 സീറ്റുകളിൽ 7 മുതൽ 9 വരെയും UDF നേടുമ്പോൾ LDFന് 0 മുതൽ 2 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. 5 സീറ്റുകളുള്ള ഇടുക്കിയിൽ UDFനാണ് മുൻതൂക്കം. 3 മുതൽ 5 വരെ സീറ്റുകൾ UDFനും 0 മുതൽ 2 വരെ LDFനും ലഭിക്കാം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പത്തനംതിട്ടയിൽ UDF 2 മുതൽ 4 വരെയും LDF 1 മുതൽ 3 വരെയും സീറ്റുകൾ നേടിയേക്കാം. കൊല്ലത്ത് കടുത്ത മത്സരമാണ്. 11 സീറ്റുകളിൽ UDF 5 മുതൽ 7 വരെയും LDF 4 മുതൽ 6 വരെയും സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. തലസ്ഥാന ജില്ലയിൽ പോരാട്ടം ത്രികോണമാണ്. 14 സീറ്റുകളിൽ LDF 6 മുതൽ 8 വരെയും UDF 4 മുതൽ 6 വരെയും സീറ്റുകൾ നേടും. കൂടാതെ BJPക്ക് 1 മുതൽ 3 വരെ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുള്ള ഏക ജില്ലയും തിരുവനന്തപുരമാണ്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളം വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് മനോരമ ന്യൂസ് സി വോട്ടർ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. ഭരണ തുടർച്ചയെന്ന LDF സ്വപ്നങ്ങൾക്ക് മുകളിൽ UDF തരംഗം ആഞ്ഞടിക്കുമോ എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സീറ്റുകൾ നേടി UDF അധികാരം പിടിക്കുമെന്ന് സർവേ ഉറപ്പിച്ചു പറയുന്നു. പല VIP മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. മന്ത്രിമാർ പോലും പതറുന്ന കാഴ്ചയാണ് പ്രവചനങ്ങളിലുള്ളത്.
നേമത്തിന് പുറമെ തിരുവനന്തപുരത്തെ മറ്റ് മണ്ഡലങ്ങളിലും NDA നിർണായക ശക്തിയാകുന്നുവെന്നത് ശ്രദ്ധേയമാണ്. എങ്കിലും ഓർക്കുക, ഇതൊരു എക്സിറ്റ് പോൾ ഫലം മാത്രമാണ്. ജനവിധി പെട്ടിയിലായി കഴിഞ്ഞു. യഥാർത്ഥ ചിത്രം വ്യക്തമാകാൻ വോട്ടെണ്ണൽ ദിനം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. കേരളം ആർക്കൊപ്പം നിൽക്കും? പ്രവചനങ്ങൾ സത്യമാകുമോ അതോ അട്ടിമറികൾ സംഭവിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.